നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ നില പരുങ്ങലിലാണ് എന്ന് പലപ്പോഴും പല വാർത്തകളിലൂടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം 2024 തിരഞ്ഞെടുപ്പിന് ശേഷം മോദി സന്തുഷ്ടനായിരുന്നു എന്നുള്ള ചോദ്യവും അപ്പോൾ ഞാൻ മുന്നോട്ട് വച്ചിരുന്നു. അത് മറ്റൊന്നും കൊണ്ടല്ല, സുരക്ഷിതമായ ഒരു ഭൂരിപക്ഷം ലഭിച്ചിരുന്നുവെങ്കിൽ വളരെ കൃത്യമായി BJPക്ക് അധികാരത്തിലേക്ക് എത്താൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യം നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിതനാണ് നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അന്ന് കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ഒരാളാണ് നിതീഷ് കുമാർ എന്നുള്ളത് പലവട്ടം പല വാർത്തകളിലൂടെ അദ്ദേഹം തെളിയിച്ചതാണ്. പക്ഷെ അദ്ദേഹത്തെ കൂടെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ഇന്നും ഉറപ്പില്ലാത്ത ഒരു മന്ത്രിസഭ കേന്ദ്രത്തിലുണ്ട്. അതിൻ്റെ ഒരു ഹാങ് ഓവറിൽ തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പറയാതിരിക്കുവാനും കഴിയില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ മണിപ്പൂരിൽ നടന്ന ഒരു വിഷയം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നീക്കമായിരുന്നു മണിപ്പൂരിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, നിതീഷ് കുമാറിനെ അങ്ങനെ വളരെ കൃത്യമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ്. അത് ഒരിക്കലും നമ്മൾ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. BJPക്കും ചിലപ്പോൾ നരേന്ദ്രമോദിക്കുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു അടി എപ്പോൾ വേണോ ലഭിക്കാവുന്ന ഒരു നേതാവാണ് ഈ നിതീഷ് കുമാർ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? BJP സർക്കാരിനുള്ള പിന്തുണ അങ്ങ് JDU പിൻവലിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവികാസത്തിലാണ് മണിപ്പൂരിലെ ബീരൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനുള്ള പിന്തുണ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡ് പിൻവലിക്കുന്നത്. എന്തിനായിരുന്നു ഈ പിൻവലിപ്പ്? JDU ഏക MLA പ്രതിപക്ഷ ബെഞ്ചിലിരിക്കും ഇന്നു മുതൽ. JDUവിൻ്റെ ഈ നീക്കമെന്ന് പറയപ്പെടുന്ന സർക്കാരിനെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥിരതയെ ബാധിക്കില്ലെങ്കിലും കേന്ദ്രത്തിലും ബീഹാറിലും BJPയുടെ പ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള JDU ലക്ഷ്യമിടുന്നത് എന്തെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. കോൺറാഡ് സാക്മയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി ബീരൻ സിംഗ് സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് മാസങ്ങൾക്ക് ശേഷമാണ് പതിയെ പുതിയൊരു സംഭവ വികാസം ഇങ്ങ് മണിപ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിൽ JDU 6 സീറ്റുകൾ നേടിയെങ്കിലും വോട്ടെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം 5 MLAമാർ BJPയിലേക്ക് മാറിയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ 60-അംഗ നിയമസഭയിൽ BJPക്ക് നിലവിൽ 37 MLAമാരുണ്ട്. നാഗ പീപ്പിൾസ് ഫ്രണ്ടിൻ്റെ 5 MLAമാരും 3 സ്വതന്ത്രരും ഇവരെ ഇപ്പോൾ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മണിപ്പൂരിലെ JDU എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ തലവനായിട്ടുള്ള കിഷ് ബിരേൻ സിംഗ് സംഭവ വികാസത്തെക്കുറിച്ച് അറിയിച്ച് ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് കത്തയക്കുകയും ചെയ്തു. അപ്പോൾ തങ്ങളോടൊപ്പം നിന്നവർ ആരാണ്, തങ്ങൾക്ക് കൂടെ നിന്നവർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായി അറിയേണ്ടത് BJPയാണ്. 2022 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മണിപ്പൂർ സംസ്ഥാന അസംബ്ലിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനതാദൾ യുണൈറ്റഡിൻ്റെ 6 സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ ജനതാദൾ യുണൈറ്റഡിൻ്റെ 5 MLAമാർ BJPയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കൂറുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. 10ാം ഷെഡ്യൂൾ പ്രകാരമുള്ള കൂറുമാറ്റ നടപടികൾ അതപ്പോൾ തീർപ്പാക്കാതെ കിടക്കുകയാണ്. മണിപ്പൂരിലെ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഏക MLA ആയിട്ടുള്ള അബ്ദുൾ നസീറിൻ്റെ ഇരിപ്പിടം മാറ്റാനുള്ള സാഹചര്യമാണ് നിയമസഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷ ബെഞ്ചിലേക്ക് മാറ്റിയിരിക്കുകയും ചെയ്തു. ഈ സാഹചര്യമൊക്കെ എന്തുകൊണ്ടുണ്ടായി? മണിപ്പൂരിലെ BJP നേതൃത്വത്തിലുള്ള സർക്കാരിനെ ജനതാദൾ യുണൈറ്റഡ് മണിപ്പൂർ യൂണിറ്റ് പിന്തുണയ്ക്കുന്നില്ല, ഞങ്ങളുടെ ഏക MLA ആയിട്ടുള്ള അബ്ദുൾ നസീറിനെ സഭയിൽ പ്രതിപക്ഷ MLA ആയി കരുതിയാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കണമെന്ന് ഒരു കത്ത് നൽകുകയും ചെയ്തു. അപ്പോൾ ഒരു കത്തിൽ തീരുന്ന ബന്ധം മാത്രമാണ് മണിപ്പൂരിലുള്ളതെങ്കിൽ, മണിപ്പൂരിൽ ഈ പറയുന്ന പോലെ BJPക്ക് അപ്രതീക്ഷിതമായ നീക്കം നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടിയും അവിടെ BJP സുരക്ഷിതമാണ്, സർക്കാരിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ അപ്രതീക്ഷിത നീക്കം വരും ദിവസങ്ങളിൽ പലയിടങ്ങളിലും ഉണ്ടായേക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് നിതീഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. അദ്ദേഹത്തിന് ഒന്നുകിൽ മുഖ്യമന്ത്രിയാകുക അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകുക, ഇങ്ങനെ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ കൂടുതൽ നേടിയെടുക്കുക എന്നതിനപ്പുറം ഒരു കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടോ പാർട്ടിയോടോ സർക്കാരിനോടോ തന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരാളെ ഒരിക്കലും വിശ്വസിച്ച് കൂടെ നിർത്താനും കഴിയില്ല. കുറച്ചു കാലം കോൺഗ്രസിനോടൊപ്പമൊക്കെ നിന്ന് അവരോടൊപ്പം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുവാനുള്ള മോഹത്തിലൊക്കെ കഴിഞ്ഞ ഒരാളാണല്ലോ ഈ നിതീഷ് കുമാർ. ആ നിതീഷ് കുമാറിനെ അവസാനം അവിടെ നിന്ന് വിജയിക്കില്ല എന്നും
അത് പരാജയ കോളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ബി ജെ പിയോടൊപ്പം ചേരുകയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയൊക്കെ ചെയ്തത്. അത് ചരിത്രമായിട്ട് നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ചരിത്രത്തിൽ ഇത്രത്തോളം അപ്രതീക്ഷിത നീക്കം നടത്തിയിട്ടുള്ള മറ്റൊരു നേതാവില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ ബി ജെ പി എപ്പോൾ വേണമെങ്കിലും ഇത് പ്രതീക്ഷിക്കാം. നിതീഷ് കുമാർ പിന്തുണ പിൻവലിക്കുവാനുള്ള സാഹചര്യം അടുത്തിരിക്കുന്നു. ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് എങ്ങോട്ടായിരിക്കും നിതീഷ് കുമാറിൻ്റെ ഇനിയുള്ള യാത്ര എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ നീക്കങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുതിയ ഒരു നീക്കം കൂടി നടത്തി മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി മന്ത്രിസ്ഥാനം കൂടുതൽ നേടിയെടുക്കുന്നതിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും പുതിയ നീക്കങ്ങൾ നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് വലിയ നീക്കങ്ങൾ നടത്താൻ ബി ജെ പി തയ്യാറാവുകയാണ്. ബി ജെ പി വലിയ നീക്കങ്ങൾ നടത്തുക തന്നെ ചെയ്യും. നിതീഷ് കുമാറിനെ മാറ്റി പുതിയ ഒരു പാർട്ടിയെ അതിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമം അങ്ങ് തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്. DMK എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ അവരുടെ 28ഓളം വരുന്ന MP-മാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കം ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ളൊരു വലിയ മാറ്റം ഇന്ത്യ മുന്നണിയിൽ നിന്ന് അടർത്തിയെടുക്കുവാനുള്ളൊരു മാറ്റം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. DMK പോലൊരു മുന്നണി സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ, DMK പോലൊരു പാർട്ടിയെ NDA പോലുള്ള മുന്നണി സംവിധാനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അശ്രാന്ത പരിശ്രമം നടക്കുകയാണ്. DMK എന്ന് പറയപ്പെടുന്ന പാർട്ടിയിലുള്ള പല MLA-മാർക്കും MP-മാർക്കും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില അടികൾ കിട്ടുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് EDയുടെ വളരെ പെട്ടെന്നുള്ള നീക്കങ്ങളിൽ ചിലപ്പോൾ അടിപതറിപ്പോവാനുള്ള സാഹചര്യവും DMK-ക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബി ജെ പി അത്തരത്തിലൊരു നീക്കം നടത്തുന്നത്. അങ്ങനെ ബി ജെ പിയുടെ ആ നീക്കങ്ങൾ വിജയിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുകയും ഒപ്പം തന്നെ DMK NDAയുടെ ഭാഗമാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഈ നിതീഷ് കുമാറിനെ പോലുള്ള ഈ അപ്രതീക്ഷിത നീക്കം നടത്തപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ തൂക്കി പുറത്തെറിയുവാൻ ബി ജെ പിക്ക് കഴിയുകയും കേന്ദ്ര സർക്കാരിൻ്റെ സുസ്ഥിരതയെ ബാധിക്കാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. അതിന് DMK അടക്കമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളെ കൂടി നോട്ടമിടുന്നുണ്ട് ബി ജെ പി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയേണ്ടിയിരിക്കുന്നു.